ഈ ഒരു ഐറ്റമേ ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം എൻ്റെ പൊന്നോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിനിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് കുരുമുളക് ഇട്ട് കൊടുക്കാം, പട്ട ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം, കുറച്ച് കാഷ്നട്ട്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ചേർത്ത് ഇത്തിരി വെള്ളമോടെ ചേർത്ത് നന്നായിട്ട് നരച്ചെടുത്ത് മാറ്റി വെക്കണേ. ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം, കുഞ്ഞുള്ളി ചേർക്കാം, പച്ചമുളക്, ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി മാറ്റി വെച്ചിട്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ ഓംലെറ്റ്സ് ഇതുപോലെ സൈഡ്സ് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് മടക്കി 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 എടുത്ത് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒരു നല്ല പ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ്സുകൾ ഉണ്ടാക്കിയെടുത്ത് മാറ്റി വെക്കണേ. ഇനി ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ചൂടാക്കി സവാള ഇട്ട് നന്നായിട്ട് നിങ്ങൾ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ആ പൊടികളുടെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച മിക്സ് ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി എടുക്കുക. നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി വെള്ളവും ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഓംലെറ്റ് ഒക്കെ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഫൈനലി കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എങ്ങനെ ട്രൈ ആക്കല്ലേ?